വന്നു കഴിയുമ്പോഴും 1 വീക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റിലൂടെ പെറ്റ്സിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, വീട്ടിലുള്ള ആള് കുറച്ച് ടെറിട്ടോറിയൽ ആയിരിക്കും, കാരണം അത് അവരുടെ സ്ഥലമാണല്ലോ. ഹായ്, വെൽക്കം ടു റെയിൻ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സ്. നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സിന് കൂട്ടായി പലപ്പോഴും പുതിയ പെറ്റ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇത് ചെറിയൊരു ട്രിക്കി മെത്തേഡാണ്. കാരണം പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള റെസിഡന്റ് പെറ്റ്സുമായിട്ട് അവർ ചേർന്ന് പോകുന്നില്ലെങ്കിൽ അഗ്രഷനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും അത് ഇടയാക്കുന്നു. അപ്പോൾ ദർ ഇസ് എ മെത്തേഡ്. നമുക്ക് ചില സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വളരെയധികം സ്മൂത്ത് ആയിട്ട് തന്നെ കൊണ്ടുപോകാം. അതിൽ സ്റ്റെപ്പ് നമ്പർ 1, പെറ്റ്സിന്, അതായത് പുതിയതായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പെറ്റ്സിനും വീട്ടിലുള്ള റെസിഡന്റ് പെറ്റിനും തമ്മിലുള്ള ഭക്ഷണപാത്രങ്ങൾ, ടോയ്സ്, അതുപോലെ ബെഡ് എപ്പോഴും നമ്മൾ സെപ്പറേറ്റ് ആക്കി വെക്കാൻ നോക്കണം. അതായത് 2 പെറ്റ്സിനും സെപ്പറേറ്റ് സെറ്റ് ഓഫ് സാധനങ്ങൾ കരുതാൻ ശ്രദ്ധിക്കണം. കാരണം വീട്ടിലുള്ള പെറ്റ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പാത്രമായാലും ബെഡായാലും ടോയ്സ് ആയാലും അതിനെ പറ്റി അവർ എപ്പോഴും ടെറിട്ടോറിയൽ ആയിരിക്കും. സോ ദേ വോണ്ട് ലൈക്ക് ഷെയറിങ് ഇറ്റ് വിത്ത് അതർ പെറ്റ്സ്. അതെപ്പോഴും രണ്ടും രണ്ടാക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സെക്കൻഡ്ലി, നമ്മൾ പെറ്റ്സിനെ തമ്മിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് പലപ്പോഴും ന്യൂട്രൽ ഗ്രൗണ്ടിലായിട്ട് വേണം ചെയ്യാൻ. അതായത് ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ വീട്ടിലോ വെച്ചായിരിക്കണം നിങ്ങളുടെ പെറ്റും നിങ്ങൾ പുതുതായി വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പെറ്റും തമ്മിൽ മീറ്റ് ചെയ്യേണ്ടത്. അതായത് വീട്ടിൽ എപ്പോഴും പുതിയൊരാളെ കൊണ്ടുവരുമ്പോൾ വീട്ടിലുള്ള ആള് കുറച്ച് ടെറിട്ടോറിയൽ ആയിരിക്കും, കാരണം അത് അവരുടെ സ്ഥലമാണല്ലോ. അപ്പൊ അഗ്രഷൻ കാണിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വെച്ചോ ഒരു പാർക്കിൽ വെച്ചോ പെറ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവരെ മിങ്കിൾ ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കണം. പെറ്റ്സ് എപ്പോഴും സ്നിഫ് ചെയ്തിട്ടും സർക്കിൾ ചെയ്തിട്ടും ഒക്കെയാണ് പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാറ്. അത് നിങ്ങൾ അനുവദിക്കണം. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇവർ അഗ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റിലൂടെ പെറ്റ്സിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, ട്രീറ്റ്സ് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങളുടെ പെറ്റ്സ് തമ്മിൽ ഫൈറ്റിന് ചാൻസ് ഉണ്ടെങ്കിൽ അവരെപ്പോഴും ലീഷിൽ വെച്ച് വേണം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ മസിൽ വെച്ചും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് രണ്ടും സാധ്യമല്ലെങ്കിൽ ഒരു ബേബി ഗേറ്റിന് അപ്പുറം ഇപ്പുറമായി നിർത്തിയിട്ട് കുറച്ച് സമയം നിങ്ങൾക്ക് അവരെ ഇന്ററാക്ട് ചെയ്യാൻ വിടാം. ഇതെല്ലാമാണ് ചില മെത്തേഡ്സ് അവരെ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു പെറ്റിനെ എന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം. വന്നു കഴിയുമ്പോഴും 1 വീക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ആ പുതിയ പെറ്റ് നിങ്ങളുടെ വീടിന്റെ ഭാഗമാണ്. അപ്പോൾ ഓൾറെഡി ഉള്ള റെസിഡന്റ് പെറ്റ് അതിന്റെ ടെറിട്ടറിയിലുമാണ്. അപ്പോൾ അഗ്രഷൻ കാണിക്കാനുള്ള സാധ്യതയുണ്ട്, ഫൈറ്റിനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും അൺഅറ്റൻഡഡ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും വിടരുത്. ഒരാഴ്ച എപ്പോഴും സെപ്പറേറ്റ് റൂംസിൽ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ ഏതെങ്കിലും രീതിയിലുള്ള ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് അവരെ രണ്ടുപേരെയും മാറ്റിവിടുക. ട്രീറ്റ്സ് കൊടുത്തിട്ടോ ടോയ്സ് കൊടുത്തിട്ടോ മാറ്റിവിടാൻ ശ്രമിക്കുക. ഒരിക്കലും പെറ്റ്സിനെ നിങ്ങൾ പനിഷ് ചെയ്യരുത്. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ പെരുമാറാതെ വരുമ്പോൾ അവരെ തല്ലുക, ചീത്ത പറയുക, അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത്. കാരണം ഇതൊരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായിട്ട് വരും. ഈ പറഞ്ഞ മെത്തേഡ്സ് ഒന്നും നിങ്ങൾക്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോഗ് ട്രെയിനറെ അപ്രോച്ച് ചെയ്യാണ് അടുത്ത സ്റ്റെപ്പ്. കാരണം ഡോഗ് ട്രെയിനേഴ്സ് എപ്പോഴും പെറ്റ് ബിഹേവിയേഴ്സിനെ സ്പെഷ്യലൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ പ്ലീസ് അപ്രോച്ച് ഡോഗ് ട്രെയിനർ. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിലൂടെയും അതേപോലെ ട്രെയിനിങ്ങിലൂടെയും നിങ്ങൾക്ക് 2 പെറ്റ്സ് തമ്മിലുള്ള കമ്പാനിയൻഷിപ്പ് വളർത്തിയെടുക്കാൻ സാധിക്കും. സോ കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ ഗ്രോയിങ് ഫാമിലി.